അവരെ രക്ഷിപ്പാൻ ഇവിടുത്തെ രാഷ്ട്രീയ കാവാലന്മാർക്കോ ഇവിടുത്തെ ഒരു ശക്തിക്കും ഒരു ഭരണകൂടത്തിനും അവരെ രക്ഷിപ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. മദ്യപാനത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ കഴിയത്തില്ല. കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കാൻ കഴിയത്തില്ല. നല്ലൊരു ഭാവി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് ആർക്കും കഴിയത്തില്ല. അങ്ങനെ എത്രയോ മഹാന്മാരെ ഈ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും രക്ഷിപ്പാൻ കഴിയത്തില്ല. രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നസറേയനായിരിക്കുന്ന യേശുവാണ്. യേശുവിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ എന്റെ കാത് മന്ദമായിട്ടില്ല, ഞാൻ സഹായിപ്പാൻ കഴിയാത്ത ഒരു ദൈവമല്ല എന്നാണ് യേശു തമ്പുരാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞങ്ങളും പാപത്തിന്റെ അടിത്തട്ടിൽ വീണ് ഹല്ലേലൂയ തകർന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. ദൈവം തമ്പുരാൻ ഞങ്ങളെ വിളിച്ച് ദൈവത്തിന് മഹത്വം, ക്രിസ്തുവിന്റെ സ്നേഹം വാസ്തവമായി ഞങ്ങളെ വെളിപ്പെടുത്തി തന്ന്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങള് ഇന്ന് പകൽക്കാലം ഈ മദ്യത്തെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഈ രക്ഷയുടെ സന്ദേശത്തെ കുറിച്ചും വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മൾ നോക്കിക്കേ, ഹല്ലേലൂയ, ഉന്നതന്മാരെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രയോ മഹാന്മാര് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ മഹാത്മാ ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രീയ പിതാവിനെ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? നമ്മൾ ബഹുമാനിക്കുന്നില്ലേ? നമ്മൾ സ്നേഹിക്കുന്നില്ലേ? നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മഹാത്മാ ഗാന്ധിജി. ലോകത്തിന്റെ 90 രാജ്യങ്ങളിൽ മഹാത്മാ ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. ഹല്ലേലൂയ. മഹാത്മാ ഗാന്ധിജിയെ ആദരിക്കുന്ന സഭകളുണ്ട്. ഹല്ലേലൂയ. ആദരിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഭരണകർത്താക്കളുണ്ട്. ആയിരങ്ങള് ഇന്നും മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തെ വന്ദിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആ മഹാത്മാഗാന്ധിജി ഒരിക്കൽ ബ്രിട്ടനിൽ ചെന്നിറങ്ങിയിട്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു എന്തെന്നറിയാമോ? നിങ്ങൾ ഈ പരിവർത്തനമൊക്കെ നടത്തി ജനത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നാണ് നമ്മുടെ രാഷ്ട്രീയ പിതാവ് പറഞ്ഞത്. അതേ രാഷ്ട്രീയ പിതാവിനോട് അവര് പറഞ്ഞ്, നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം, വായിച്ചിട്ട് നിങ്ങൾ ഇത് പറയണം എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ആ മഹാത്മാഗാന്ധിജി ഹല്ലേലൂയ തിരിച്ച് ഇന്ത്യ വന്നിട്ട് ഈ തിരുവചനം എടുത്ത് ഈ ബൈബിൾ എടുത്തിട്ട് മഹാത്മാഗാന്ധിജി ഒന്ന് വായിച്ച് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് 4, 5, 6 അധ്യായവും കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിജിക്ക് മനസ്സിലായി, രക്ഷ ഇതിനകത്താണുള്ളത്. ഹല്ലേലൂയ. വെളിച്ചം ഇതിനകത്താണുള്ളത്. ഇരുൾ മാറാൻ ഒറ്റയൊരു മാർഗം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ തിരുവചനം പഠിച്ചാൽ മതി. ഈ തിരുവചനത്തിനകത്ത് രക്ഷയെ കൂടി ഹല്ലേലൂയ യേശു തമ്പുരാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ഹല്ലേലൂയ വാക്കുകളൊക്കെ ആമേ മഹാത്മാഗാന്ധിജി അങ്ങോട്ട് വായിച്ച് അവിടെ തൊട്ടാണ് അദ്ദേഹത്തിന് ഹല്ലേലൂയ അഹിംസയെ കുറിച്ചും ഹല്ലേലൂയ ലളിതമാവുന്ന നിലയിൽ ജനത്തോട് ഇടപെടുവാനും ദൈവത്തിന് മഹത്വം ജനത്തെ ആദരിപ്പാനും ബഹുമാനിപ്പാനും സഹിഷ്ണുതയെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ദൈവം കൃപ നൽകി. അതേ മഹാത്മാഗാന്ധി നമ്മുടെ ഹല്ലേലൂയ രാജ്യത്തോട് പറഞ്ഞെന്താ? ആർക്കും തിരുവചനം വായിക്കാം, ആർക്കും പഠിക്കാം, ആർക്കും യേശു കർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയും. കാര്യം ലോകത്തിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു മഹാൻ ഉണ്ടെങ്കിൽ അത് നസറേയനായിരിക്കുന്ന യേശുവാണെന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. നമ്മുടെ ബഹുമാനീയനായിരിക്കുന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അങ്ങനെ എത്രയോ മഹാന്മാരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആ മഹാന്മാരെല്ലാം ഹല്ലേലൂയ യേശുവിനെ ഉയർത്തി കാണിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയും. മഹാത്മാഗാന്ധിയുടെ കല്ലറയിൽ ഒരിക്കൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അനേക ഹല്ലേലൂയ മൺമറിഞ്ഞു പോയ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്ന് വേണ്ട ആമീൻ നരസിംഹ റാവു ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാം മരിച്ചിരിക്കുന്ന കല്ലറയിൽ ഞാനൊന്ന് കടന്നു ചെന്ന് ഡൽഹിയിൽ അവിടെ ചെന്നപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കല്ലറയുടെ മുമ്പിൽ ഇതാ ഒരു വിളക്ക് കത്തി നിൽക്കുന്നു, ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നു. വേറെ എങ്ങും ലൈറ്റ് കത്തി നിൽക്കുന്നില്ല. മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ, കല്ലറയുടെ ഫ്രണ്ടിൽ മാത്രമേ ഈ ലൈറ്റ് കത്തി നിൽക്കുന്നുള്ളൂ.
ദൈവത്തിന് മഹത്വം. കാര്യം അത്രമാത്രം ശോഭാപൂർണനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിജിന്ന് നമ്മൾ ലോകം വിധി എഴുതിയതാ, നമ്മുടെ രാജ്യം വിധി എഴുതിയതാ. അതുകൊണ്ട് അത്രമാത്രം ബഹുമാന്യനായതുകൊണ്ട് അവിടെ ഇന്നും ലൈറ്റ് കത്തി നിൽക്കുകയാണ്. നമ്മുടെ സരോജിനി നായിഡു എന്ന് പറയുന്ന ആ പ്രിയങ്കരിയായിരിക്കുന്ന ആ സഹോദരി ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹാത്മാഗാന്ധിയുടെ കല്ലറയുടെ അരിയിലേക്ക് ചെന്നിട്ട് മഹാത്മാഗാന്ധിയെ വിളിക്കുകയാണ്. അയ്യോ മഹാത്മാവേ, അങ്ങേക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ലേ? അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ അങ്ങ് അറിയില്ലേ യേശു ഹല്ലേലൂയ മരണത്തെയും പാതാളത്തെയും ജയിച്ചില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അങ്ങനെ മരിച്ചു 3-ാം നാൾ കഴിഞ്ഞ് യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നില്ലേ? യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നില്ലേ പലസ്തീനയിൽ? അങ്ങനെയെങ്കിൽ അങ്ങേക്കും എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ലേ എന്ന് ആ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ സരോജിനി നായിഡു പറയുകയാണ്. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടിട്ടും ഗാന്ധിജി എഴുന്നേറ്റ് വന്നോ? ഗാന്ധിജിക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ല. കാര്യം അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അദ്ദേഹം ദൈവമാണോ? ദൈവപുത്രനാണോ? അല്ല. അദ്ദേഹത്തിന് എഴുന്നേറ്റ് വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എഴുന്നേറ്റ് വന്ന ഒരേ ഒരു വ്യക്തി ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു മകാനുണ്ടെങ്കിൽ അത് നസ്രയനായിരിക്കുന്ന യേശുവാണ്. ഇന്ന് പലസ്തീന്റെ മണ്ണിൽ ഹല്ലേലൂയ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു, മഹാത്മാഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു, ആയിരക്കണക്കിന് അല്ലേ മഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആർക്കും യേശുവിന്റെ അരികിലേക്ക് ചെല്ലാം. യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. യേശു മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ലാസറിന്റെ കല്ലറ അടുക്കൽ ചെന്നിട്ട് ഒറ്റ വിളിയെ വിളിച്ചോളൂ, ലാസറേ എഴുന്നേറ്റ് വാ എന്നൊറ്റ വാക്കേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. കല്ലറയ്ക്കുള്ളിൽ ദൈവത്തിന് മഹത്വം. ആമീൻ. പാതാള ശക്തികൾ ലാസറിനെ പൊതിഞ്ഞു കെട്ടി നിർത്തി ഹല്ലേലൂയ പറഞ്ഞു വിടത്തില്ല എന്ന് വാദിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ ആ കെട്ടുപൊട്ടി ലാസർ ചാടി എഴുന്നേറ്റ് വരികയാണ്. മരിച്ച് നാറ്റം വെച്ച വ്യക്തിയാണ് ഹല്ലേലൂയ എഴുന്നേറ്റ് വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇന്നും ഹല്ലേലൂയ നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ അത്രമാത്രം പ്രതിസന്ധിയിലായിരിക്കാം, അത്രമാത്രം നിങ്ങൾ കഷ്ടതയിലായിരിക്കാം. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വേദനപ്പെട്ട് ഹല്ലേലൂയ ഭാരത്തോടായിരിക്കാം. നിന്റെ മകനെ ഓർത്ത് നീ ഭാരപ്പെട്ടായിരിക്കാം, വേദനയോടായിരിക്കാം കഴിയുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അത്രമാത്രം സമാധാനം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ സമാധാനം തരുവാൻ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുവിന് കഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ അരികത്തേക്ക് ചെന്നേ, അവന്റെ പാദപീഠത്തിൽ ഒന്ന് താന്നിരുന്നേ, അവിടെ നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയും. നിങ്ങളുടെ ഏത് വിഷയത്തിലും യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. കാര്യം യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിനോടൊപ്പം എന്റെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ അപ്പനും അമ്മയ്ക്ക്